സാർ അപ്പോൾ ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ബീങ് എ ഗൈനക്കോളജിസ്റ്റ് നമുക്കറിയാം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും. ഫുൾ ടൈം കോൾസ്, ലേറ്റ് നൈറ്റ് ഒക്കെ നമ്മളെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എണീപ്പിക്കും. പക്ഷെ സാറിന് എപ്പോൾ നോക്കിയാലും സാർ ഇങ്ങനെ ചിരിച്ചോണ്ട്, ഞാൻ സാറിന് നോട്ട് ചെയ്തൊരു കാര്യം തന്നെയാണ്, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് നേരിട്ടുകൊണ്ടിരിക്കും. സാറിന് ആ സ്ട്രെങ്ത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ബാക്ക് ടു 1993 to 1996. അതെന്റെ PG ട്രെയിനിങ് പീരീഡ് ആണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ MD ഗൈനക്കോളജി ബിരുദം എടുത്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെലിവറീസ് നടക്കുന്ന ഒരു സെന്ററാണ്. ഞാൻ ഓർക്കുന്നു, ഒരു കൊല്ലത്തില് ഏതാണ്ട് 22,000 ഡെലിവറി. 22,000? അതെ അതെ. നമ്മളൊരു ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 1,800 ഡെലിവറി. ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു 60 to 70, 60-70 ഡെലിവറി ഒരു ദിവസം നടക്കുന്ന സെന്ററാണ്. അവിടെയാണ് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞത്. നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 12 hours ഷിഫ്റ്റാണ്. രാവിലെ 8 മണിക്ക് ലേബർ റൂമിലേക്ക് കയറും, രാത്രി 8 മണിക്കാണ് ലേബർ റൂമിലെ ആ ഷിഫ്റ്റ് കഴിയുക. അടുത്ത ഷിഫ്റ്റ് 15 ദിവസം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യും. രാത്രി 8 മണിക്ക് വരും, രാവിലെ 8 മണിക്ക് പോവും. 8 മണി എന്ന് പറഞ്ഞാല് ഹാൻഡ് ഓവർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 9-9:30 ആവും. അതിന്റെ അർത്ഥം സൂര്യനെ കാണാറില്ലായിരുന്നു. അങ്ങനെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്. പിന്നെ ഈ രാത്രി സമയത്തൊക്കെ മാക്സിമം ഒരു 1-1.5 മണിക്കൂറാണ് ഒന്ന് തലന്ന് ചായ്ക്കാൻ കിട്ടുക. അപ്പൊ ഒരു ബെഡില് 2 പേര് ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. ഒരാളെ സമയം കഴിയുമ്പോൾ അടുത്ത ആൾ റെഡിയായി നിൽക്കുന്നുണ്ടാവും തട്ടി ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഈ ആ സ്ട്രെസ്ഫുൾ വർക്കിന് മാഗ്നിറ്റ്യൂഡ് ഞാൻ പറയാണ്. അതായത് നമ്മുടെ ഉറക്കം വന്നിട്ട് എവിടെയെങ്കിലും കിടക്കണ്ടേ. പിന്നെ ഒരു ബെഡ് ഉള്ളത്, അവിടെ ഒരു ഡെലിവറി നടക്കുന്ന പ്രസവത്തിന്റെ ടേബിളിന്റെ സൈഡിൽ ഒരു കട്ടിലുണ്ട്. ഈ തുണികളൊക്കെ കൊണ്ടിടുന്ന കട്ടിലാണ്. അതിന് രണ്ടിന് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു സ്ക്രീനാണുള്ളത്. ഉറക്കം വന്ന് നമ്മൾ അപ്പുറത്ത് പോയി കിടക്കുന്നതാവും. ഈ 1-1.5 മണിക്കൂർ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും 4-5 ഡെലിവറി അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അറിയുന്നില്ല. മീൻസ് അത്രയും നമ്പർ ഓഫ് കേസസ്, അവിടുന്ന് കിട്ടുന്ന എക്സ്പെർട്ടൈസ്, ഈ സ്ട്രെസ്ഫുൾ ലൈഫ് കൂടെ നമ്മളെ 3 മാസം നമ്മൾ പോയി. അത് നമുക്ക് തരുന്ന ആ ബാക്കപ്പും സ്ട്രെങ്ത്തും ഏത് സിറ്റുവേഷനും നമുക്ക് അത് നേരിടാനുള്ള കഴിവും. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന സംഭവമല്ലേ? സോ ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനകത്ത് ഞാനത് നൽകുന്നത്. ഓക്കെ സാർ. ഓക്കെ.